ലോകത്തെ വീണ്ടെടുക്കുവാനായി സ്വർഗം ചായ്ച്ച് ഭൂമിയിലേക്ക് കടന്നു വരികയും മനുഷ്യരോടൊപ്പം ഭൂമിയിൽ ജീവിക്കുകയും ഒടുവിൽ കാൽവറി ക്രൂശിലേക്ക് സ്വയം നടന്നെടുക്കുകയും തൻ്റെ കൈകാൽ വിരിച്ച് തൻ്റെ ജീവൻ നൽകി പ്രപഞ്ചത്തെയും മനുഷ്യകുലത്തെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വീണ്ടെടുക്കുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റെടുത്ത പങ്കപ്പാടുകളെ ആഴമായി ധ്യാനിക്കുകയും അതിനോട് സമരസപ്പെടുവാൻ നാം ശ്രമിക്കുകയും ചെയ്യുന്ന വലിയ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകാം. ഇന്ന് നോമ്പിൻ്റെ 30-ാമത്തെ ദിനം. നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നുള്ളതാണ്. അതിന് ആധാരമായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 6-ാമത്തെ വാക്യം, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിനും അവൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം പെന്തിക്കോസ്ത് പെരുന്നാളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലേക്ക് കർത്താവിൻ്റെ വാക്ക് കേട്ട് യെരുശലേമിൽ കാത്തിരുന്ന ശിഷ്യഗണങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പകരുന്നുണ്ട്. ഒരു വലിയ മാറ്റത്തിന് നന്ദി കുറിക്കുകയാണ് അവിടെ. പേടിച്ച് വിറച്ച് മുറിക്കുള്ളിൽ അടച്ചു കഴിഞ്ഞിരുന്ന ശിശു സമൂഹം ധൈര്യസമേതം തങ്ങൾ ആരെയാണോ പേടിച്ചിരുന്നത് അവരുടെ മുഖത്ത് നോക്കി, നിങ്ങൾ ക്രൂശിച്ചവനായ അവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ധൈര്യമായി വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. അപ്രകാരം പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശിശു സമൂഹം ഏറെ ശക്തിയോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ തുടങ്ങുകയാണ്. യേശു കർത്താവിനെ പ്രഘോഷിക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ കൊണ്ട് ജീവിതത്തിൽ ആവശ്യമുള്ളവരിലേക്ക് ക്രിസ്തു സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ കരുണ അളവില്ലാതെ പകർന്ന് കൊടുക്കുന്നുണ്ട്. അപ്രകാരം യേശു കർത്താവിൻ്റെ കരുണ ലഭിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് നാം ഇവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയാകുക. യെരുശലേമിൽ ദേവാലയവാതിക്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യൻ. അവനെ ആരൊക്കെയോ ആ ദേവാലയത്തിന് മുൻപിൽ കൊണ്ട് ഇരുത്തുമാറുണ്ട്. വരുന്നവരോടെല്ലാം അവൻ കൈ നീട്ടുമാറുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് നാണയത്തുട്ടുകളാണ്. അപ്രകാരം പത്രോസ് ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവനോട് ചേർന്ന് യോഹന്നാനും ഉണ്ടായിരുന്ന ആ സമയം പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മുന്നിലേക്ക് ഈ മനുഷ്യൻ പതിവ് പോലെ തൻ്റെ കരം നീട്ടുകയാണ്. പത്രോസ് അവനോട് പറയുന്ന വാക്ക് ശ്രദ്ധേയമാണ്. നീയുടെ മുൻപിൽ കൈ നീട്ടുമ്പോൾ നീ ആഗ്രഹിക്കുന്ന പോലെ വെള്ളിയോ പൊന്നോ എനിക്ക് തരുവാൻ കഴിയില്ല, പക്ഷേ എനിക്ക് ഒന്ന് തരുവാൻ എൻ്റെ കയ്യിലുണ്ട്. അത് നിൻ്റെ കാലുകൾക്ക് സൗഖ്യമാണ്. ഒരു പക്ഷേ ഇവൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം പിന്നീട് പഠിക്കുമ്പോൾ മുടന്തനായ മനുഷ്യൻ, പിറവിയിലെ അപ്രകാരം ആയിരുന്നവൻ, അപൂർണതയുള്ള മനുഷ്യൻ, പക്ഷേ ദൈവകരങ്ങൾ അല്ലെങ്കിൽ പത്രോസിന് മുൻപിൽ ആയിത്തീരുമ്പോൾ പത്രോസ് യേശുവിൻ്റെ നാമത്തിൽ അവനെ അപൂർണതകളെ മാറ്റി പൂർണ്ണതയിലേക്ക് നയിക്കുകയാണ്. അവൻ എവിടെല്ലാമോ തകർന്നവനായിരുന്നുവെങ്കിൽ, എവിടെല്ലാമോ അവന് ശേഷി കുറവുണ്ടായിരുന്നുവെങ്കിൽ, ദൈവം തമ്പുരാൻ്റെ ക്രിസ്തുവിൻ്റെ രക്ഷകൻ്റെ നാമത്തിൽ അവനെ വീണ്ടെടുപ്പിൻ്റെ പുതുമയുടെ അനുഭവത്തിലേക്ക് വഴി നടത്തുന്ന പത്രോസ് അപ്പോസ്തലനെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരും. ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ചിരുന്നത് വെള്ളിയോ പൊന്നോ മുതലായത് എന്തെങ്കിലും ആകാം. കാരണം അവൻ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചിരുന്നത് തന്നെയാണ്. എന്നാൽ
പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മുൻപിൽ കൈനീട്ടുമ്പോൾ അവൻ ലഭിക്കുന്ന ഉത്തരം മറ്റൊന്നാണ്. വെള്ളിയും പൊന്നും ഞങ്ങളുടെ പക്കലില്ല, ഉള്ളത് യേശു കർത്താവ് ഞങ്ങൾക്ക് തന്നതാണ്. അവനിൽ നിന്ന് സൗജന്യമായി ഞങ്ങൾ പ്രാപിച്ച അനുഗ്രഹം അത് നിനക്കും തരികയാണ്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അനുഭവത്തിലേക്ക് വഴി നടത്തുകയാണ്. അവൻ്റെ അപൂർണതയുള്ള കാലുകൾ മറ്റുള്ളവരെ പോലെ നടക്കുവാൻ പ്രാപ്തമായി മാറുന്നുണ്ട്. അവൻ്റെ മുൻകാല ജീവിതങ്ങൾ മറ്റുള്ളവരുടെ അനുകമ്പയ്ക്കും കനിവിനും മുൻപിൽ കാത്തിരുന്നുവെങ്കിൽ കർത്താവ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ അവസ്ഥയ്ക്ക് ഭേദം വരികയാണ്. പ്രിയ ദൈവജനമേ, നാം ഒരു വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കോണം ഇടയായിത്തീരണം. ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ, നമ്മൾ അപൂർണർ എന്ന് കരുതുന്ന ഇടങ്ങളിൽ നമ്മളെ നിർത്തുമാറാക്കുന്ന ഒരു ദൈവം തമ്പുരാനെ അനുഭവിച്ചറിയുവാൻ തക്കോണം നമുക്കിടയാകും. നമ്മൾ ക്ഷീണരായി മാറുമ്പോഴും നമ്മളെ കരം പിടിച്ച് ശക്തീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കോണം ഇടയായിത്തീരും. നാം അനുഭവിച്ച ദൈവസ്നേഹത്തെ, ദൈവകൃപയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതങ്ങളെ അപ്രകാരം രൂപാന്തരപ്പെടുത്തേണ്ട അനുഗ്രഹീതമായ നാളുകളിലൂടെയാണ് നാം കടന്നു പോകാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് അത്ഭുതങ്ങളായി മാറാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ലോകത്തെ രൂപാന്തരപ്പെടുത്താം. യേശു കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ലോകത്തെ വെല്ലുവിളിക്കാം. അപ്രകാരം അനുഗ്രഹീതരായി ഈ ലോകത്തിൽ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമീൻ.